റാഗിയും കൊണ്ട് റാഗിയുടെ സേമിയ വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാട്ടോ. നോക്കി, റാഗി ഞാൻ കുറച്ച് ഉപ്പുവെള്ളത്തിൽ കഴുകിയെടുക്കുക. കാരണം ഉപ്പുവെള്ളം ആകുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും പിടിക്കും. ഈ റാഗീനെ നമുക്ക് കഴുകി വാരി ഇഡ്ഡലി തട്ടിൻ്റെ ഓട്ടത്തട്ടിൽ വെച്ച് ആവിയേറ്റാട്ടോ. ഓട്ടത്തട്ടിൽ ഞാൻ ചെറുതായിട്ടൊരു മയം പുരട്ടിയിട്ടുണ്ട്. ഒരൊറ്റ മിനിറ്റ് ഒന്ന് കുതിർത്ത് വാരി എടുത്താൽ മതി കേട്ടോ. അതിൽ കൂടുതലായ ഇത് പൊടിഞ്ഞ് കുഴഞ്ഞു പോവും. അപ്പം നമ്മുടെ റാഗിയൊക്കെ നന്നായിട്ട് വാരി ഇതിനകത്ത് ആവി ചെറുതായിട്ട് വന്നു തുടങ്ങി കാണാൻ നന്ദി. നമുക്കിത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കും. നമ്മുടെ റാഗി ആവി കയറി അതിൽ നിന്ന് ഞാനത് കോരി വെച്ച് പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റാഗി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഇതിങ്ങനെ ഉതിർത്തിയെടുക്കണേ. അല്ലെങ്കിൽ ഇതിങ്ങനെ ആവി കയറിയപ്പോഴത്തേക്കും നിങ്ങൾ കട്ടയായിട്ടായിരിക്കണേ. ഇത് ഉതിർത്തി എടുത്തിട്ട് വേണം ഇനി നമുക്കിത് ഉപ്പുമാവാക്കാൻ. ഇപ്പം നമ്മുടെ റാഗി ഫുള്ള് നമ്മൾ ഉതിർത്തി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നമുക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 സ്പൂൺ നെയ്യ്. നമ്മുടെ നെയ്യ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യം കേട്ടോ. മോഷണമൊക്കെ കറക്റ്റ് ആവാനായിട്ട് നെയ്യ് ഒത്തിരി ഗുണം ചെയ്യും. നെയ്യ് ഉരുകി ഇനി അതിലേക്ക് കുറച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ബീൻസ്, ക്യാരറ്റ്, നമ്മുടെ പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില, സവാള. ഇതിന് കുഞ്ഞുള്ളി ആയാലും മതി. ഞാൻ സവാളയുടെ ഒരു പീസാണ് എടുത്തേക്കണത്, ചെറിയ സവാളയുടെ ഒരു പീസ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. ഈ കടുക് ശരിക്കും പൊട്ടി തീർന്നതിന് ശേഷം മാത്രം കേട്ടോ നമ്മൾ അതിനകത്തേക്ക് വേറെ എന്തെങ്കിലും പിന്നെ ഇടാവുള്ളൂ. അല്ലെങ്കിൽ ഈ കടുക് പൊട്ടാതെ കിടന്ന് കടിച്ചു കഴിഞ്ഞാൽ ഒരു വൃത്തിയുടെ ടേസ്റ്റാണ്. അപ്പം കടുകെല്ലാം പൊട്ടി തീരട്ടെ. എല്ലാം പൊട്ടി തീർന്ന് ഇനി നമുക്കിതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഇട്ടില്ല. അതിലേക്ക് എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. കറിവേപ്പില നമ്മുടെ ഇച്ചിരി വങ്ങിപ്പോയി, തീ കുറച്ചില്ല. അതുകൊണ്ട് ഇച്ചിരി ഓവർ മൂത്ത് പോയി, കരിവല്ല മൊരിഞ്ഞു പോയി കറിവേപ്പില. ഈ ഉള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഇഞ്ചിയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് ക്യാരറ്റും ബീൻസും ഇതിലേക്ക്. വേറെ എന്തെങ്കിലും നല്ല നല്ല വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഇതിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ, ഞാനത് കാരണം ഇത്രയേ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ട് ഇളക്കി ഇതിനൊന്ന് വാട്ടി വേവിച്ചെടുക്കാം. ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ചുപ്പ്. നമുക്കിതിനെ നന്നായിട്ട് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഇത് മൂടിയിരിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് വരും. ഇതിലേക്ക് ഇനി വേറെ വെള്ളമൊന്നും ചേർക്കില്ല നമ്മൾ. ഇതിങ്ങനെ തന്നെ വെന്ത് കിട്ടും. അതിൻ്റെ സ്ഥിതി എന്തായി നോക്കാം. ആവിയൊക്കെ കയറി സെറ്റായി വന്ന ലക്ഷണമാണ് കാണുന്നത്. നോക്കട്ടെ, ഇന്നൊരു വിധം വെന്തിട്ടുണ്ട്. ഈ മേലേക്ക് നമുക്ക് ആവിവെള്ളം വീണേക്കനെയാണ് ഈ കാണുന്നത് കേട്ടോ. പക്ഷേ ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായിട്ടുണ്ട്. നമ്മുടെ കറിവേപ്പില ഇച്ചിരി കൂടുതൽ മൊരിഞ്ഞു പോയി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ റാഗീനെ ഇട്ട് കൊടുക്കാം. റാഗി ഉപ്പ് ചേർത്ത് ആവി കയറ്റി വെച്ചേക്കുന്നുണ്ട്. റാഗിക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. നമുക്കിതൊന്ന് ചെറിയ തീയിൽ നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അല്ലെങ്കിൽ ഇവന് ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. മൂടി ഇതിനെ നമുക്ക് മൂടി വയ്ക്കാം. അപ്പം നമുക്ക് ഇവനെ ഒന്ന് തുറന്ന് നോക്കാം. ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇളക്കി കൂട്ടാം.
പിന്നെയല്ലേ എനിക്ക് പച്ചയ്ക്കുള്ള തേങ്ങയുടെ രുചി ഇഷ്ടം. വറുത്ത തേങ്ങ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത രുചി വരുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മിക്സിങ് ഒക്കെ കഴിഞ്ഞിട്ട് വെജിറ്റബിൾസ് കുറവാണ്, എന്നാലും കുഴപ്പമില്ല, മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ സൈഡിട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് തേങ്ങ, ഒരുപാടൊന്നും വേണ്ട. നമുക്ക് ഇങ്ങനെ മൂടിയിടാം. എന്നിട്ടൊരു 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എല്ലാ സാധനത്തിനും കറിവേപ്പിലയുടെ ഫ്ലേവർ വന്നില്ലെങ്കിൽ എനിക്കൊരു സങ്കടമാണ്. അപ്പം ഞാൻ ആദ്യം ഇട്ടത് മുരിഞ്ഞു പോയില്ലേ, ഇനി ഇതിൻ്റെ മുകളിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂടി വെച്ച് നമ്മൾ തീ ഓഫ് ചെയ്യുകയാണ്. ഞാൻ ഇത് എടുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. തീ കത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ തേങ്ങ വേവാനായിട്ട് ഈ ഒരു ഇത് മതി. പിന്നെ നമ്മൾ പിന്നത്തേക്ക് എടുക്കുന്നതല്ല, ഇത് നമ്മൾ രാവിലെ തന്നെ എല്ലാവരും കഴിക്കും. നമ്മുടെ ഇത് പൊട്ടിക്കാൻ പോവാണ്. കണ്ട ആവി വരുന്നതല്ല. അങ്ങനെ അന്നേരം തന്നെ ഇത് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് മൂടി വെച്ചതാണ്. അപ്പോഴത്തേക്ക് ഇതിന് ആവിയായിട്ട് വന്നു. ഇപ്പം നല്ല കിട്ടിലൻ ഉപ്പുമാവാണ്. വീഡിയോയ്ക്ക് ഇച്ചിരി ചന്തം കുറവുണ്ടെന്നാണ് തോന്നണേ, പക്ഷേ നേരിട്ട് കാണാൻ നല്ല കളറാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഓക്കെ ഡിയേഴ്സ്, ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ.